ചിന്ത അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വാക്കല്ല, വാക്കെന്ന് പറയുന്ന ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് എന്ന് വാക്ക് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല പത്രസമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ കാലത്തിനിടയിൽ. അപ്പോൾ ആ ചുരുങ്ങിയ കാലയളവ് ഒരു ഹണിമൂൺ പീരീഡ്, നമുക്കറിയാമല്ലോ ഹണിമൂൺ കാലഘട്ട സർക്കാർ എന്ന് പറയുമ്പോൾ 100 days ആണ്. അതിനുള്ളിൽ തന്നെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടിനെ ടച്ച് ചെയ്യുമ്പോൾ കൈയടിക്കുന്നുണ്ടോ പ്രതിപക്ഷം? ഇത് വളരെ വ്യക്തമായ വഞ്ചനയല്ലേ? പ്രഖ്യാപിച്ചതിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ഫലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ പോകാം എന്നുള്ള നിലയിലാണ്. തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ദൂരെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നതെല്ലാമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമാക്കി ഇത് ചുരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത ഒരു കാര്യം എന്തിനാണ് പ്രഖ്യാപിച്ചത്? അപ്പം ഓർഡിനറി യാത്രയ്ക്ക് മാത്രം സൗജന്യം എന്ന നിലയിലേക്ക് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങളെ സ്വാധീനിക്കുകയും ജനങ്ങളുടെ വോട്ട് നേടുകയും ചെയ്തതിന് ശേഷം അധികാരത്തിലെത്തിയിട്ട് ആ ജനങ്ങളോടൊരു പ്രതിബദ്ധത കാണിക്കാതെ വഞ്ചനാപൂർവമായിട്ടുള്ള സമീപനം, കണ്ണിൽ പൊടിയിടുന്ന നിലയിലുള്ളൊരു സമീപനമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. തീർച്ചയായും നടത്തിയ പ്രഖ്യാപനവും നടപ്പിലാക്കിയ തീരുമാനവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ജനങ്ങൾ അത് ഉൾക്കൊണ്ടത് എങ്ങനെയാണ്, പക്ഷേ ഇപ്പോൾ എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ചിന്താചരം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇരിക്കാൻ സമയം കൊടുക്കൂ എന്ന് ഈ സർക്കാരിനോട് നമ്മൾ, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാന്യായ മുഖ്യമന്ത്രി പലപ്പോഴായി പറയാറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും അധിക ബാധ്യത 800 കോടി പ്രതിപക്ഷം ഉണ്ടാകാവുന്ന ബാധ്യത നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. നേരത്തെ KB ഗണേഷ് കുമാർ തന്നെ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതാണ്. പ്രതിമാസം ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ് എങ്ങനെയാണ് സർക്കാർ അതിനെ പരിഗണിക്കുകയും കൈയഴിഞ്ഞ് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 57 കോടി രൂപ പ്രതിമാസം ആദ്യഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ അത്രയും നമ്മുടെ KSRTC അറിയാമല്ലോ. ആ അവസ്ഥയിൽ പോലും അത് പരിഗണിക്കാൻ ഒരു സർക്കാർ തയ്യാറാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ശ്ലാഘിക്കണ്ടേ? അപ്പോൾ ഈ പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിലും അറിയാമായിരുന്നല്ലോ കോൺഗ്രസിനും UDFനും. അപ്പം നടത്താൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്ക് മുമ്പിലേക്ക് എന്തിനാണ് അങ്ങനെ ഒരു വാഗ്ദാനം മുമ്പോട്ട് വച്ചത്? കാരണം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായിരുന്ന KSRTCയുടെ സ്ഥിതി എന്തായിരുന്നു? പെൻഷനും ശമ്പളവും മുടങ്ങിക്കിടന്ന അവസ്ഥ, KSRTC ജീവനക്കാർ അനുഭവിച്ച പ്രതിസന്ധികൾ, അതിനെല്ലാം ഒരു മാറ്റമുണ്ടായത് 10 വർഷക്കാലത്തെ സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അത് KSRTC ജീവനക്കാരുള്ള കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ളതാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ KB ഗണേഷ് കുമാർ അതിൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചിരുന്നു. അതിൻ്റെ സർക്കാർ അകമഴിഞ്ഞ പിന്തുണ നൽകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് KSRTC ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ശമ്പളം നൽകാനും പെൻഷനകത്ത് പ്രതിസന്ധി ഇല്ലാതെ പോകാനും കഴിഞ്ഞത്. അങ്ങനൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഇത്തരം ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇത് കൂടുതൽ പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ വ്യക്തമായി പഠിക്കാതെയാണോ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്ത് പ്രഖ്യാപനവും നടത്താൻ പറ്റാത്ത കാര്യങ്ങളും പ്രഖ്യാപിക്കാം. കേരളത്തെ സംബന്ധിച്ച് ഇത്ര അധികം സാക്ഷരമായ ഒരു സമൂഹത്തിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനം നടത്തുക, എന്നിട്ട് പിന്നീട് അത് ഓർഡിനറി ബസ്സിലാക്കി ചുരുക്കുക എന്നുള്ളതാണ് വഞ്ചനാപൂർവമായിട്ടുള്ള സമീപനമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.